ഹലോ, ഏവർക്കും സ്മാർട്ട് ബേസിക് ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കറണ്ട് അഫയേഴ്സ്. നമ്മൾ ഇന്ന് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്ന് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം SCERT ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആവശ്യമുള്ള പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ടെലിഗ്രാം ചാനലിൽ ഇത് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന റാങ്ക് ഫയലിൻ്റെ PDF കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ PDF ഒന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ തൊട്ടാ പൊള്ളുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പിടിച്ചോ. തണുത്ത് ഞാൻ പൊള്ളിപ്പിക്കാടാ ഏട്ടാ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകൾ. ഓക്കെ എടാ, നമുക്കൊരു A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ എത്ര കിട്ടണം? പേജ് ഒന്നിന് 3 രൂപ. പേജ് ഒന്നിന് 3 രൂപ കേട്ടോ. പേജ് ഒന്നിന് 3 രൂപ. ഒരു A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജ് ഒന്നിന് എത്ര രൂപ? 3 രൂപയാണ് കേട്ടോ. മുമ്പ് എത്രയായിരുന്നു? 2 രൂപയായിരുന്നു കേട്ടോ. പുതിയ നിരക്കാണ് കേട്ടോ. അപ്പം പേജ് ഒന്നിന് 3 രൂപ, മുമ്പ് എത്ര? 2 രൂപ. CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകാൻ എത്ര? 75 രൂപ, മുമ്പ് എത്രയായിരുന്നു? 50. ഓക്കെ, അപ്പം കേരള സർക്കാർ നിശ്ചയിച്ച പുതിയ നിരക്കുകളാണ്. ഏതാണ്? വിവരാവകാശ നിയമപ്രകാരം. ഓക്കെ, A4 സൈസ് പേപ്പറിൽ പേജ് ഒന്നിന് 3 രൂപ. ഒരു പേജിനാണ് കേട്ടോ. പേജ് ഒന്നിന് 3 രൂപ, മുമ്പ് എത്രയായിരുന്നു? 2 രൂപയായിരുന്നു. CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാകാൻ പേജ് ഒന്നിന് പേജല്ലല്ലോ CD അല്ല സാധനം ഒന്നിന് 75 രൂപ, മുമ്പ് എത്രയായിരുന്നു? 50 രൂപ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ്. ഒന്ന് പറഞ്ഞുതരാം. ആരുടെ? കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് റിപ്പോർട്ട് 2021 പ്രകാരം 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളം. ഏതാണ്? കേരളം. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 2020 പ്രകാരം 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നറിയോ? കേരളം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. ജോബിന് വെബ്സൈറ്റ് ഉണ്ടോ അവിടെ? എന്താണ് വേണം തുടങ്ങണ്ടേ? അതിലുണ്ടോ വെബ്സൈറ്റ്? ശരിയില്ല. ഓക്കെ, അങ്ങനെ കൂടെ വേണ്ടി വരും വെബ്സൈറ്റ്. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യ സംസ്ഥാനമാണ് ഏത്? കേരളം. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നത് എവിടെയാണ്? കേരളത്തിൽ. എത്ര 61 തവണ 61 ഡേയ്സ്. 61 ഡേയ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ കേരളത്തില്? എന്ത് സമ്മേളനം? നിയമസഭാ സമ്മേളനം. ഓക്കെ, 61 ഡേയ്സ്. ഓക്കെ, 61 ദിവസമാണ് നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്ത് നിയമസഭാ സമ്മേളനം നടന്നത് കേട്ടോ. ഓക്കെ, 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച സംസ്ഥാനം ഏത്? കേരളം. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 2021 1ാം സ്ഥാനം ആരാ? കേരളമാണ്. എല്ലാ മന്ത്രിമാർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ള ആദ്യ സംസ്ഥാനം ഏതാ? കേരളം. 2021 ഏറ്റവും കൂടുതൽ നിയമസഭാ സമ്മേളനം നടന്നത് കേരളം. എത്ര ഡേയ്സ്? 61 ഡേയ്സ്. 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാ? ഓർഡിനൻസ്. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് ആർട്ടിക്കിൾ പറ. ഓർഡിനൻസ് അല്ല, ഓർഡിനൻസ്. പെട്ടെന്ന് നിക്കാം. 50 തലവെടി നോക്കി പറ. 123. ഓക്കെ, ഗവർണർ ഓർഡിനൻസ് നടന്നേ. ഗവർണർ ഓർഡിനൻസ് 200. വീഡിയോ എൻ്റെ പള്ളുള്ളിയുണ്ട്. ഓക്കെ, എത്രടാ? പറടാ മിണ്ടായിരുന്നു നീയൊക്കെ പറ. 213 കണ്ടു. ജോബിൻ മിടുക്കൻ. ഓക്കെ, ശരി. അപ്പം 123 രാഷ്ട്രപതി ഓർഡിനൻസ്. 123 രാഷ്ട്രപതി ഓർഡിനൻസ്. 213 ഗവർണറുടെ ഓർഡിനൻസ്. 213 ഗവർണറുടെ ഓർഡിനൻസ്. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 143. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 143. ഓക്കെ, ഓർഡിനൻസുകളുടെ കാലാവധി എത്രയാണ്? 6 മാസം. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡിനൻസ് പിൻവലിക്കാൻ കഴിയുമോ? ഇല്ലേ? പറ്റും. എപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് എന്ത് ചെയ്യാം? പിൻവലിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, നിന്നെയൊക്കെ കൈയിട്ട് വീഡിയോ ഇട്ട് മറുപടി തരാം.
ഓക്കെ, അപ്പം 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടാ. അവർക്ക് ഫുക്രുവിന് ഓർമ്മയുണ്ട്, ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഓർമ്മയില്ല. ഫുക്രു പോലത്തെ പേരാണെന്ന്. ഫുക്രു എന്ന പരീക്ഷ ചോദിക്കൂല. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെടാ, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് ഉമ്മൻചാണ്ടി. KM മാണിയെ മറികടന്നു. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ അംഗമായ വ്യക്തിയെ ആര് മാറി? ഉമ്മൻചാണ്ടി. 1970 മുതൽ 2023 വരെയുള്ള 53 വർഷങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കേരള നിയമസഭയിൽ അംഗമായിരുന്നത്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് വീട് നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തിയാണ് ആര്? ഉമ്മൻചാണ്ടി. ആരെ റെക്കോർഡാണ് മറികടന്നത്? KM മാണി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയതാരാ? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത് പിണറായി വിജയൻ. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയതാരാ? CK കരുണാകരനാ? K കരുണാകരൻ. ആരാണ്? K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ K കരുണാകരൻ. എത്ര തവണ? 4 തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? K കരുണാകരൻ. 4 തവണ കേരള മുഖ്യമന്ത്രി വ്യക്തിയാണ് K കരുണാകരൻ. മനസ്സിലായല്ലോ. ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം EK നായനാർ. ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ ദിവസം ആരാണ്? EK നായനാർ. ഓക്കെ, EK നായനാറാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ തവണ K കരുണാകരൻ. ഏറ്റവും കൂടുതൽ ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ EK നായനാർ. 4009 ദിവസമാണ് കേട്ടോ. കേരള നിയമസഭ പാസാക്കിയ ഏത് നിയമമാണ് 2022 ഏപ്രിലിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? അതായത് കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കുകയും 2022 ഏപ്രിലിൽ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. ആ നിയമം പഠിച്ചു വെച്ചോണം. കേരള റിവോക്കേഷൻ ഓഫ് ആർബിട്രേഷൻ ക്ലോസ് ആൻഡ് റീ ഓപ്പണിംഗ് ഓഫ് അവാർഡ്സ് ആക്ട്. എന്തിനാണ് വില്ലെന്ന് മനസ്സിലാവില്ല. എന്നാലും പറയാം. കേരള റിവോക്കേഷൻ പഠിച്ചു വെച്ചോണം. കേരള റിവോക്കേഷൻ ഓഫ് ആർബിട്രേഷൻ ക്ലോസ് ആൻഡ് റീ ഓപ്പണിംഗ് ഓഫ് അവാർഡ്സ് ആക്ട്. എന്താണ് കൃത്യമായിട്ട് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് പറയാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ ഇട്ടിരുന്നത് എന്താണ് ഈ ആക്ട് എന്ന് കേട്ടോ. 1998 ആക്ടാണ് കേട്ടോ. പറഞ്ഞോ, കേരള റിവോക്കേഷൻ ഓഫ് ആർബിട്രേഷൻ ക്ലോസ് ആൻഡ് റീ ഓപ്പണിംഗ് ഓഫ് അവാർഡ്സ് ആക്ട് 1998. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച 9 സമുദായങ്ങൾ കേട്ടോ. ഒന്ന് കേട്ടിരിക്കണേ കേട്ടോ. അപ്പൊ അടുത്തിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച 9 സമുദായങ്ങൾ. ഒന്ന് കുരുക്കൾ. എന്താണ്? ഗുരുക്കളല്ല, കുരുക്കൾ. ആ ഗുരുക്കളെ തന്നെയാണ് ഞാൻ ഇപ്പൊ എന്താ പറയാ? കുരുക്കൾ എന്ന് വെച്ചാൽ ഗുരുക്കൾ രണ്ടും ഒന്നാണ്. കുരുക്കൾ അല്ലെങ്കിൽ ഗുരുക്കൾ. ചെട്ടിയാർ. എന്താണ്? ചെട്ടിയാർ. അപ്പൊ കുരുക്കൾ അല്ലെങ്കിൽ ഗുരുക്കൾ, ചെട്ടിയാർ, ഹിന്ദു ചെട്ടി. എന്താണ്? ഹിന്ദു ചെട്ടി. പപ്പട ചെട്ടി. കുമാരക്ഷത്രിയ. എന്താണ്? കുമാരക്ഷത്രിയ. പൂലുവ ഗൗണ്ടർ. എന്താണ്? പൂലുവ ഗൗണ്ടർ. വേട്ടുവ ഗൗണ്ടർ. എന്താണ്? വേട്ടുവ ഗൗണ്ടർ. പടയാച്ചി ഗൗണ്ടർ. കരുവേലി ഗൗണ്ടർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ പറയടാ അങ്ങോട്ട്. കുരുക്കൾ അല്ലെങ്കിൽ ഗുരുക്കൾ, ചെട്ടിയാർ, ഹിന്ദു ചെട്ടി, പപ്പട ചെട്ടി, കുമാരക്ഷത്രിയ, പൂലുവ ഗൗണ്ടർ, വേട്ടുവ ഗൗണ്ടർ, പടയാച്ചി ഗൗണ്ടർ, കൽവേലി ഗൗണ്ടർ. ഓക്കെ, അപ്പൊ ഈ 9 സമുദായങ്ങളെ, കേരളത്തിലെ 9 സമുദായങ്ങളെ ഏതിലോട്ടാക്കി? OBCയിലോട്ടാക്കി. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലായല്ലോ കുട്ടികളെ. ശരി, അപ്പം പറ. A4 സൈസിന് മുമ്പ് എത്രയായിരുന്നു? ഓക്കെ, CD മുമ്പ് എത്രയായിരുന്നു? എവിടെ? കേരളത്തില്. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെന്റ് റിപ്പോർട്ട് 2021 പ്രകാരം 1ാം സ്ഥാനം കേരളം. എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റ് കേരളം. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നത് 61 ദിവസം. 2021 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാനം രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് 123. പറ. 123. ഗവർണർ ഓർഡിനൻസ് 213. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം 143. ഓക്കെ, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് ഉമ്മൻചാണ്ടി. ആരെ മറികടന്നു? KM മാണി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി K കരുണാകരൻ. എത്ര തവണ? 4 തവണ. ഏറ്റവും കൂടുതൽ ദിവസം മുഖ്യമന്ത്രി EK നായനാർ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി
ദിവസം കാലമൊക്കെ ഒരാളുണ്ട്. EK നായനാർ. എത്ര? 4009 ദിവസം. ഓക്കെ. കേരള നിയമസഭ പാസാക്കിയ ഏത് നിയമമാണ് 2022 ഏപ്രിൽ സുപ്രീം കോടതി റദ്ദാക്കിയെന്ന് കേട്ടാൽ കേരള റിവോക്കേഷൻ ഓഫ് ആർബിട്രേഷൻ ക്ലോസ് ആൻഡ് റീ ഓപ്പണിംഗ് അവാർഡ്സ് ആക്ട് 1998. അടുത്തിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗം OBC പട്ടികയിൽ ഉൾപ്പെടുന്ന തീരുമാനിച്ച 9 സമുദായങ്ങൾ കുരുക്കൾ അല്ലെങ്കിൽ ഗുരുക്കൾ, ചെട്ടിയാർ, ഹിന്ദു ചെട്ടി, പപ്പട ചെട്ടി, കുമാര ക്ഷത്രിയ, പുലുവ ഗൗണ്ടർ, വേട്ടുവ ഗൗണ്ടർ, പടയാച്ചി ഗൗണ്ടർ, കൽവേലി ഗൗണ്ടർ. ഓക്കെ, ഇത്രയാണ് പഠിച്ചത്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു നോക്കിയ കുട്ടികളെ. ശരി, നിങ്ങളും വായിച്ചു നോക്കിയാൽ ഒന്ന് പോസിറ്റേ. ഇവിടെ കേരളത്തിൽ ആദ്യത്തെ ശിശു സൗഹൃദ കോടതി നിലവിൽ വന്ന എവിടെയാ? കൊച്ചി അല്ലെങ്കിൽ എറണാകുളം കേട്ടോ. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ശിശു സൗഹൃദ കോടതി എവിടെയാണ്? എവിടെയാടാ? കൊച്ചി കേട്ടോ. എവിടെയാണ്? കൊച്ചി. ഓക്കെ. അടുത്ത് ഇവിടെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാ? വെങ്ങാനൂര്. ശിശു സൗഹൃദ ശിശുവേ ഞാനാ പറഞ്ഞിരുന്നത്. ഞാൻ മറ്റേ വെച്ചാൽ വളർന്നു വെച്ചിരിക്കുന്നത്. ശിശു ഇങ്ങേന്ന് കാര്യം ഇങ്ങേ ശിശുവേ ബാലനെ. ഓക്കെ. എടാ, ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് പറയടാ. വെങ്ങാനൂര്. ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരും ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയുമാണ്. ആദ്യ ശിശു സൗഹൃദ കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ് കേട്ടാ. 15ാം കേരള നിയമസഭ സെക്രട്ടറിയായി നിയമിതനായത് ആര്? 15ാം കേരള നിയമസഭ സെക്രട്ടറിയായി നിയമിതനായത് AM ബഷീർ. എനിക്കറിയാം, നീ ഷംസീർ പോകുന്നു. AM ബഷീർ. ആരാണ്? AM ബഷീർ. അപ്പൊ നമ്മളെ കേരള നിയമസഭ സെക്രട്ടറി ആണെന്ന് ആരാ പറയടാ? AM ബഷീർ. കേരള നിയമസഭ സെക്രട്ടറി ആരാണ്? AM ബഷീർ. AM ബഷീറാണ് കേരള നിയമസഭ സെക്രട്ടറി. അപ്പൊ ഇപ്പോൾ ഉള്ള നിയമസഭ എത്രാം നിയമസഭയാണ്? 15ാം നിയമസഭയാണ്. 15ാം നിയമസഭയിൽ വനിതാ MLA-മാരുടെ എണ്ണം എത്ര? 12. വനിതാ MLA-മാരുടെ എണ്ണം എത്രയാണ്? 12. വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? 3. 15ാം നിയമസഭയുടെ സ്പീക്കർ ആരാണ് ഇപ്പോൾ? N ഷംസീർ ആണ് ഇപ്പോഴത്തെ സ്പീക്കർ. ഓക്കെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓക്കെ. മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. ഓക്കെ. ആരാണ് ഗവർണർ? ആരിഫ് മുഹമ്മദ്. നിങ്ങൾക്ക് എല്ലാവരും അടിപൊളി, കൊള്ളാം. ശരി. ആരാ പ്രതിപക്ഷ നേതാവ്? BD സതീശൻ അല്ല, VD സതീശൻ. VD നിനക്ക് കിട്ടും, കോൺഗ്രസ് ആയിട്ട് കിട്ടും നിനക്ക്. VD സതീശൻ. ഓക്കെ. അടുത്ത്, തൊഴിൽ അന്വേഷകർക്കായി പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏത്? ആദ്യമേ കേരളത്തിന്റെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞുകൊണ്ടാണ് എല്ലാം വിളിച്ചു പറഞ്ഞത് കേരളം എന്ന്. അത് ആദ്യം വിടും, കേരളം. ഓക്കെ. അപ്പൊ തൊഴിൽ അന്വേഷകർക്കായി, കേരളം തൊഴിലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അപ്പൊ തൊഴിൽ അന്വേഷകർക്കായി പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് ഏത്? നമ്മൾ ഇവിടെ ഉണ്ടോ ക്ലബ്ബ്? ഇവിടെ അല്ലാതെ കളിക്കുന്ന ക്ലബ്ബ് പോലും ഇല്ല, പിന്നെയാണ് തൊഴിൽ ക്ലബ്ബ്. ഗ്രൗണ്ട് പോലും ഇല്ല ഇവിടെ. ഓക്കെ. ഇനി അതിന്റെ കുറേ കൂടെ ഉള്ളു ക്ലബ്ബ്. ഇവിടെ ഉള്ളത് കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെയാണ് ക്ലബ്ബ്. അടുത്ത്, പോലീസ് ഉദ്യോഗസ്ഥർക്കായി ജോബിൻ ഷാനു കേൾക്കണം, എവിടെ പോയമാര്. പോലീസ് ഉദ്യോഗസ്ഥരായി MeCops എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാ? കേരളം. ആ ആപ്ലിക്കേഷന്റെ പേരെന്ന് പറഞ്ഞാണ്. ഓക്കെ. ആർക്ക് വേണ്ടിയിട്ട്? പോലീസ് ഉദ്യോഗസ്ഥർക്കായി MeCops എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിനായി ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ എത്ര? ടോൾ ഫ്രീ നമ്പർ? 1076 കേട്ടാ. കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിനായി ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1076. എത്രയാണ്? 1076. ഓക്കെ. അടുത്ത ചോദ്യം, ഹൈദരാബാദിൽ വെച്ച് നടന്ന 24ാമത് നാഷണൽ ഗവേണൻസ് കോൺഫറൻസിൽ, അപ്പോൾ ഹൈദരാബാദിൽ വെച്ച് നടന്ന 24ാമത് നാഷണൽ ഗവേണൻസ് കോൺഫറൻസിൽ 2020-21 വർഷത്തെ നാഷണൽ ഗവേണൻസ് അവാർഡ് നേടിയത് ആര്? കേരള പോലീസ്. ആരാണ്? കേരള പോലീസ്. അപ്പൊ എവിടെ വെച്ച് നടന്ന? ഹൈദരാബാദിൽ വെച്ച് നടന്ന എത്രാമത്? 24ാമത് നാഷണൽ ഗവേണൻസ് കോൺഫറൻസിൽ 2020-21 വർഷത്തെ നാഷണൽ ഗവേണൻസ് അവാർഡ് നേടിയത് ആരാണ്? കേരള പോലീസ്. ഓക്കെ. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കുവാനും വേണ്ടി നിലവിൽ വരുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാ?
തൊട്ടറിയാം കോളേജ് അത് വേറെ. മുഹമ്മദ് റിയാസ് ആരാണ്? മുഹമ്മദ് റിയാസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ വകുപ്പാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കാനും വേണ്ടിയിട്ട് നിലവിൽ വരുന്ന സംവിധാനമാണ് ഏത്? പ്രോജക്റ്റ് മാനേജ്മെന്റ് കേട്ടോ. പ്രോജക്റ്റ് മാനേജ്മെന്റ് കേട്ടോ. തൊട്ടറിയാൻ PWD അല്ലേ? PWD4 അതിന്റെ ആപ്ലിക്കേഷൻ. ഇത് സംവിധാനം, അവിടെ ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് കേട്ടോ. പ്രോജക്റ്റ് മാനേജ്മെന്റ് അത് വേണമെന്നില്ല. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ്, ഇപ്പോൾ എൻ്റെ വകുപ്പ് പൊതുമരാമത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആർക്കറിയണം? നിങ്ങൾ ജനങ്ങൾക്ക് അറിയണം എന്തൊക്കെയാണ് വകുപ്പിൽ നടക്കുന്നതെന്ന്. മനസ്സിലായ? അതായത് സുതാര്യത വരുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സംവിധാനമാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. 2022 മെയ്യിൽ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിതയായ വനിത ആരാണ്? വടക്ക് നോക്കി യന്ത്രത്തിൽ പാർവതിയുടെ പേരെന്താ? ശോഭ. ഓക്കെ, ശോഭ അന്നൻ ഈപ്പൻ കേട്ടോ. ശോഭ അന്നനല്ല, അന്നമ്മ ഈപ്പൻ. സോറി, ശോഭ അന്നമ്മ ഈപ്പൻ. ശോഭ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ശോഭ എന്ന പേര് ഓർത്തിരിക്കാൻ കാരണം? ശോഭ ചിരിക്കുന്നില്ല എന്നൊരു ഡയലോഗ് ആ സിനിമയിൽ ഇല്ല. ശോഭയ്ക്ക് തമാശ അത്ര ഇഷ്ടമല്ലല്ലേ, അതാണ് ഡയലോഗ്. അത് നമ്മൾ ഈ ട്രോളിലെ കണ്ടുകൊണ്ടാണ് ശോഭ ചിരിക്കുന്നില്ലേ എന്ന് നമ്മളാക്കിയത്. മനസ്സിലല്ലേ? അങ്ങനെ ഡയലോഗ് ഇല്ല സിനിമയിൽ. നമ്മളെന്താ പറയില്ല അതിനാ, ഇതൊരു ബട്ടർഫ്ലൈയാ, മരീചിക്ക് പളാച്ചി, ബട്ടർഫ്ലൈ എഫക്റ്റ് അങ്ങനെ എന്തോ നമ്മൾ പറയുമല്ലോ. ബട്ടർഫ്ലൈ എഫക്റ്റ് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അതാണെന്ന് തോന്നുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് അത്. എന്തെന്നാ പറയാം? ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ല. അതായത് ഒരു സംഭവം ഇല്ല, അങ്ങനെ സംഭവം ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. അതായത് ശോഭ ചിരിക്കുന്നില്ലേ എന്നൊരു ഡയലോഗ് അല്ല ആ സിനിമയിലുള്ളത്. ശോഭയ്ക്ക് തമാശ അത്ര ഇഷ്ടമല്ലല്ലേ, അങ്ങനെ ഡയലോഗ്. മനസ്സിലായോ? അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം അത് PSC ചോദിക്കത്തില്ല. ഇങ്ങനെ ആക്കിണ്ട എന്താ ഡേജാവു അത് വേറെന്തോ. ഓക്കെ എടാ, അപ്പോൾ ഓക്കെ. 2002 മെയ്യിൽ കേരള ഹൈക്കോടതി എന്തായി മാറിയത്? അഡീഷണൽ ജഡ്ജി. 2002 മെയ്യിൽ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയെ നിയമിതയായ വനിതയാണ് ആര്? ശോഭ അന്നമ്മ ഈപ്പൻ. ഓക്കെ, ഈപ്പൻ. നിലവിലെ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്ര? 7. നിലവിലെ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 7. നിലവിലെ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 7. 2021 ജനുവരിയിൽ നിയമസഭാ സാമാജികനായി 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ച വ്യക്തി ആരാണ്? ഉമ്മൻചാണ്ടി. അപ്പം 2021 ജനുവരിയിൽ നിയമസഭാ സാമാജികനായി 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ച വ്യക്തിയാണ് ആര്? ഉമ്മൻചാണ്ടി. കേരള സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുന്ന പഞ്ചായത്ത് ദിനം ഏതാണ് കേരളത്തിൽ? ഫെബ്രുവരി 19 കേരളത്തിലെ പഞ്ചായത്ത് ദിനം ഏതാണ്? ഫെബ്രുവരി 19 കേരളത്തിലെ പഞ്ചായത്ത് ദിനം. ഈ 2022 മുതൽ അത് അറിയപ്പെടുന്നത് തദ്ദേശ ദിനം എന്നാണ്. എന്താണ്? തദ്ദേശ ദിനം. അപ്പൊ കേരളത്തിലെ തദ്ദേശ ദിനം ഏതാണ്? ഫെബ്രുവരി 19. തദ്ദേശ ദിനം പറ പിള്ളേരെ, ഫെബ്രുവരി 19. കുടുംബശ്രീ ദിനം പറ. കുടുംബശ്രീ ദിനം മെയ് 17. തദ്ദേശ ദിനം ഏതാണ്? ഫെബ്രുവരി 19. തദ്ദേശ ദിനം ഫെബ്രുവരി 19, കുടുംബശ്രീ ദിനം മെയ് 17. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കോടതി കൊച്ചി. ഓക്കെ, 15ാം കേരള നിയമസഭ സെക്രട്ടറി AM ഷംസീർ അല്ല, AM ബഷീർ. ഷംസീർ ആരാ? സ്പീക്കർ. ഓക്കെ. തൊഴിൽ അന്വേഷകർക്കായി പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പോലീസ് ഉദ്യോഗസ്ഥർക്കായി കോപ്സ് എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനവും കേരളമാണ്. കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിനായി ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ എത്ര? 1076. ഹൈദരാബാദിൽ വെച്ച് നടന്ന 24ാമത് നാഷണൽ ഇ ഗവേണൻസ് കോൺഫറൻസിൽ 2020-21 വർഷത്തെ നാഷണൽ ഇ ഗവേണൻസ് അവാർഡ് നേടിയതാര്? കേരള പോലീസ്. ഓക്കെ. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ച് അറിയാനും ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കുവാനും വേണ്ടി നിലവിൽ വരുന്ന സംവിധാനമാണ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. 2022 മെയ്യിൽ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയെ നിയമിതയായ വനിത ശോഭ അന്നമ്മ ഈപ്പൻ. നിലവിലെ കേരള ഹൈക്കോടതി വനിതാ ജഡ്ജിമാരുടെ എണ്ണം. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ?
ആശിഷ് കുമാർ ദേശായി. ആശിഷ് കുമാർ ദേശായി 38ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ആശിഷ് കുമാർ ദേശായി. എടാ, ഇദ്ദേഹം മുമ്പ് ഗുജറാത്തിലെ എന്തായിരുന്നു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ കേരളത്തിലേക്ക് ആയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന SP ഫാട്ടി സുപ്രീം കോടതി ജഡ്ജിയായി മാറി. SP ഫാട്ടി എന്ത് ചെയ്തു? സുപ്രീം കോടതി ജഡ്ജിയായി മാറി. ഇപ്പോഴത്തെ ആരാണ്? ആശിഷ് ദേശായി കേട്ടോ, ആശിഷ് കുമാർ ദേശായി കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ ഒരാമണ എക്സാം ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഇപ്പോൾ അങ്ങോട്ട് ആയതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ശരി. അടുത്ത 2025 ജനുവരിയിൽ നിയമസഭാ സാമാജികനായി 50 വർഷം പൂർത്തിയാക്കിയതിന് കേരള നിയമസഭയുടെ ആദരം ലഭിച്ചത് ആർക്കാ? ഉമ്മൻചാണ്ടി. ഓക്കെ. കേരള സംസ്ഥാന വ്യാപകമായി ആഘോഷിച്ചിരുന്ന പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19. ഓക്കെ. 2022 മുതൽ അറിയപ്പെടുന്ന പേര് തദ്ദേശ ദിനം. അപ്പൊ കുടുംബശ്രീ ദിനം കൂടെ നമ്മൾ പറഞ്ഞു. എന്നാണ്? മെയ് 17. ഓക്കെ, ശരി. അപ്പം കറണ്ട് ബേസ് ഭാഗം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത കുറച്ച് SC ആയിട്ട് പഠിക്കാം. ഓക്കെ സുമനെ. വേലുത്തമ്പി ദളവ. പറ. വേലുത്തമ്പി ദളവ. നമ്മളെ മറ്റേ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും നമ്മൾ പകുതി പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുകയാണ്. അപ്പൊ വേലുത്തമ്പി ദളവയെ കുറിച്ച് പറയാൻ പോവുകയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ആരാ? പഴശ്ശിരാജ. കർണാടകയില് കിട്ടൂർ ചെന്നമ്മ. കൊച്ചിയില് പാലിയത്തച്ഛൻ. ശിവഗംഗയില് മരുത് പാണ്ഡ്യൻ. തിരുനെൽവേലിയില് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഔദിലെ രാജ ചൈത്ത് സിംഗ്. ഓക്കെ. അപ്പൊ വേലുത്തമ്പി ദളവ എവിടെയാണ് നേതൃത്വം കൊടുത്തത്? പറ. തിരുവിതാംകൂർ. എവിടെയാണ്? തിരുവിതാംകൂർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ദളവയെ എന്ത് ചെയ്തത്? പ്രേരിപ്പിച്ചത്. അതായത് ദളവ ഇവിടെ സമാധാനത്തോടെ ആരുടെ കീഴിൽ? ആരുടെ ദളവയായിരുന്നു ഇദ്ദേഹം? അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ, അല്ലെങ്കിൽ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ഓക്കെ. അപ്പൊ ഇദ്ദേഹം സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരിടപെടുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. ഓക്കെ. അപ്പൊ അതാണ് ഇവർക്കെതിരെ തിരിയാൻ ആരെ പ്രേരിപ്പിച്ചത്? വേലുത്തമ്പി ദളവയെ പ്രേരിപ്പിച്ചത്. ഓക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആരാണ്? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചാര? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് ഏത്? കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷം പറയേ? 1809. പറ. 1809 ജനുവരി 11. 1809 ജനുവരി 11. അപ്പൊ വേലുത്തമ്പി ദളവയെ കുറിച്ച് ഇത്രയും കാലം എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട് SCRT-ല്. അപ്പൊ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയതാരാ? വേലുത്തമ്പി ദളവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായ ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ആരെ പ്രേരിപ്പിച്ചത്? ദളവയെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചതാരാ? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. ഓക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനം അറിയപ്പെടുന്ന പേര് കുണ്ടറ വിളംബരം. നടന്ന വർഷം 1809 ജനുവരി 11. 1809 11. ഓക്കെ. കത്തിയിരിക്കുക തന്നെ. ദിവസം പിടിച്ചാ അടുത്ത പിള്ളേരെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് SCRT-ൽ. അതിന് ധാരാളം ചോദ്യങ്ങൾ എന്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇനിയും എന്ത് ചെയ്യും? വരും. ഓക്കെ. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് എന്തെന്നറിയാവോ? 1857 സ്വാതന്ത്ര്യ സമരം കേട്ടോ. അപ്പൊ 1857 സ്വാതന്ത്ര്യ സമരത്തെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായിട്ടൊക്കെ. ഇപ്പോഴൊന്നുമല്ല, PSC പഠിക്കാൻ തുടങ്ങിയ സമയത്ത്. ഓക്കെ. ക്ലാസ് കേട്ടിട്ട് വന്നിട്ട് അല്ല ഞാൻ ഇങ്ങനെ നമ്മളിപ്പം മറ്റേ ഏതൊരു സിനിമ കണ്ടിട്ടേ മറ്റേ ധീര സിനിമ ഉണ്ടല്ലോ, പറയണയാള് ധീര സിനിമയിൽ എന്റെ പുനർജന്മല്ലേ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചന കിടക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നാന്തോ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നാന്തോ ഇങ്ങനെ ആലോചന കിടന്നു. ഇതൊക്കെ ആലോചന കിടന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ എനിക്ക് ഈ വർഷമാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ അതിന് മുമ്പൊക്കെ ഞാൻ മരിച്ചു കാണും. അങ്ങനെയൊക്കെ ഏട്ടാ അങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനയായിട്ട് ഞാൻ എന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഓക്കെ. ചിലപ്പോ എന്റെ നീ ഞാൻ ഗാന്ധിജിയുടെ പുനർജന്മത്തിലായിരിക്കും. ശരി. വാരി ഇനി ഏറിപ്പോള്ള പരിപാടിയാണ് പോയിട്ടിരിക്കുന്നത്. ഓക്കെ.
ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇവിടെ നോക്കിയോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്ന 1857 സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഓക്കെ, ഇവിടെ കണ്ടുവിടല് നിങ്ങൾ പോസ് ചെയ്തോ ഇങ്ങോട്ടോ ഇവിടെ നോക്കിക്കോണേ. ഈ 1857 സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് ഇന്ത്യൻ സൈനികർ. ആ ഇന്ത്യൻ സൈനികരെ എന്തെന്ന് വിളിക്കും? ശിപ്പായി മാറെന്ന് വിളിക്കും. ശിപ്പായി മാറെന്ന് വിളിക്കും. 2 ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടു രാജാക്കന്മാർ. 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എന്ത് ചെയ്തത്? നേതൃത്വം കൊടുത്തത്. ഒന്നാരാണ്? ഇന്ത്യൻ സൈനികർ അല്ലെങ്കിൽ ശിപ്പായിമാർ. 2 ആരാണ്? ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ. അപ്പൊ ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭത്തിനുള്ള കാരണങ്ങളെ ഒന്ന് ശിപ്പായികൾക്ക്, അതായത് ഇന്ത്യൻ സൈനികർക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സംസ്കാരം വെച്ചിട്ട് പശുവും പന്നിയും രണ്ടും എന്താണ്? ഹറാമല്ല, രണ്ടും ഒരു വ്യത്യസ്തമായ മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഓക്കെ അല്ലാത്ത ജീവികളാണ്. ഓക്കെ, അതായത് അതിന് എന്താണ് അതല്ല, അത് മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട ഒരു പന്നി ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ എന്തൊക്കെ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുപോലെ ഈ ഹിന്ദുക്കൾക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്താണ് പശു ഒരു പ്രത്യേക ജീവിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ അതായത് ഈ ജീവികളുടെയൊക്കെ കൊഴുപ്പിൽ നിന്നുള്ള കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ എൻഫീൽഡ് തോക്കുകളിലെ തിരകൾ ഉപയോഗിച്ചിരുന്നൊരു വാർത്ത എന്ത് ചെയ്തു? പ്രചരിച്ചു. അപ്പോൾ അതൊരു കാരണമാണ്. 2 ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണെന്ന് വാർത്ത പറയുന്നത്. മനസ്സിലായി? 2 ന്യൂസ്. ഒന്ന്, തോക്കുകളുടെ തിരകളിൽ എന്ത്? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നത്. 2 ശിപ്പായിമാർക്ക് പട്ടാളക്കാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണെന്ന് വാർത്ത പരന്നത്. ഓക്കെ, അപ്പൊ ഈ 2 കാരണങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ വ്യക്തിയാണ് ആര്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, അമീർ ഖാൻ മംഗൾ പാണ്ഡെ വരുന്ന കണ്ടിട്ടുണ്ടോ? തള്ളരുത്. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അമീർ ഖാന്റെ പേരെന്തിനാണ് അതില്? മംഗൾ പാണ്ഡെ. മനസ്സിലായല്ലോ. ഓക്കെ, ശരി. അടുത്ത സ്ഥലങ്ങൾ നേരെ നൽകി വരും. ഇത് ഒരുപാട് തവണ ചോദ്യം പറഞ്ഞ സാധനമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരും സ്ഥലങ്ങളും കേട്ടോ. ഓക്കെ, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പി. ഝാൻസിയില് റാണി ലക്ഷ്മിബായ്. ഓക്കെ, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ആരയില് കൻവർ സിംഗ്. ആരയിൽ ആരാണ്? കൻവർ സിംഗ്. അപ്പൊ കാൺപൂരിൽ ആരൊക്കെ? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയില് റാണി ലക്ഷ്മിബായ്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. കൻവർ സിംഗ്. ഓക്കെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എവിടെയാണ് വേലുത്തമ്പി ദളവ നേതൃത്വം കൊടുത്തത്? തിരുവിതാംകൂറിൽ. എന്താണ് വേലുത്തമ്പിയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷുകാര് സമാധാനമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. ഓക്കെ, ഭരണത്തിൽ ഇടപെട്ടു. ഓക്കെ, എത്തി നോക്കിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹാരത്തെ പേര്? കുണ്ടറ വിളംബരം നടന്ന വർഷവും ഡേറ്റും എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പറയടാ. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? 1857 വിപ്ലവത്തില്. ഈ 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്?
എഴുതി അവിടെ നീ നല്ല ശിപ്പായിമാർ മറ്റേ നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ എങ്ങനത്തെ നാട്ടില് ഈ ഇവരോട്ട് ദത്തവകാശ പറ നീ പറ ഇത് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ എനിക്കേണ്ടി വരും ശിപ്പായിമാര് ശിപ്പായിമാര് കറക്റ്റ് ശിപ്പായിമാര് ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുന്ന ഉറപ്പിച്ച നാട്ടുരാജാക്കന്മാര് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കാനുള്ള കാരണങ്ങൾ തോക്കിലെ തിരകളില് വാർത്ത പ്രചരിച്ചു റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് അല്ല എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ശിപ്പായികൾക്ക് നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയതാരാ? മംഗൾ പാണ്ഡെ. കാൺപൂർ നാനാ സാഹിബ് തോന്നിയ തോപ്പി. ഝാൻസിയില് ഓക്കെ, ലക്നൌവില് ഓക്കെ, ഫൈസാബാദില് ആരയില് ഫൈസാബാദ് ഓക്കെ, ആര ലക്നൗ കാൺപൂർ റാണി ലക്ഷ്മിബായി ഝാൻസി പറഞ്ഞു നോക്കണം. പറ ഫൈസാബാദ് ഫൈസാബാദ് പറ. നീ പറഞ്ഞില്ലെങ്കിൽ പറ ഫൈസാബാദ്. ആര് ഫൈസാബാദിൽ ആര്? മൈലവി അഹമ്മദുള്ള. ആരാ ആരാ ആരയിലാരാ? കൺവർസേ. ഓക്കെ, ബീഗം ഹസ്രത്ത് മഹൽ എവിടാ? ബീഗം ഹസ്രത്ത് മഹൽ എവിടാ? പറ. ബീഗം ഹസ്രത്ത് മഹൽ എവിടാ? പറ പറ. ലക്നൗ. ഓക്കെ, എവിടാ? കാൺപൂര്. ഇത്ര ആറ്റിറ്റ്യൂഡ് എന്തിന്? ഇരിക്കട്ടെ. ഇത്രയും പറഞ്ഞില്ല ഇവിടെ എണീറ്റ് നിൽക്കും. ഇല്ല, നിനക്ക് ഭയങ്കര ചിരിയും കളിയും നിനക്ക്. നീ അവിടെ നില്ലേ? ഓക്കെ, സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം എവിടാ? മീററ്റ്. എവിടെയാണ്? മീററ്റ്, ഉത്തർപ്രദേശ്. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്നിട്ടല്ല എവിടെയാണ്? മീററ്റ്. മീററ്റ് എവിടാ? ഉത്തർപ്രദേശ്. സൂററ്റ് എവിടാ? സൂററ്റ് ഗുജറാത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ചതും എവിടെയാണ്? സൂററ്റിലാണ്. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. കലാപത്തിന് ഇറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി ആരെ പ്രഖ്യാപിച്ചു? ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. ഓക്കെ, ഈ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് ചക്രവർത്തിയെ പ്രഖ്യാപിക്കുകയും ചെയ്ത് ബ്രിട്ടീഷുകാരെ ഓടിച്ചിവിടെ കളഞ്ഞു. ഈ ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തി. എങ്ങോട്ട് നാട് കടത്തി? റംഗൂണിലേക്ക് എന്ത് ചെയ്തു? നാട് കടത്തി. അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? റംഗൂണിലാണ്. അപ്പൊ കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയിലെ ചക്രവർത്തിയായി ആരെ പ്രഖ്യാപിച്ചു? ബഹദൂർ ഷാ രണ്ടാമനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? നാട് കടത്തി. എങ്ങോട്ട്? റംഗൂണിലേക്ക്. ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. എന്താണ്? ബഹദൂർ ഷാ സഫറിനെ, അതായത് ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരാണ്? ശിപ്പായിമാർ. ആരാണ്? ശിപ്പായിമാരാണ് ഇദ്ദേഹത്തെ എന്തായി പ്രഖ്യാപിച്ചത്? ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. ഓക്കെ, ശരി. അപ്പൊ അത് പ്രഖ്യാപിച്ച ആരാണ്? ശിപ്പായിമാരാണ്. ഓക്കെ, ലഗ്താ നഹി ഹേ ജി മേര. എന്തോന്ന്? ലഗ്താ നഹി ഹേ ജി മേര. ഓക്കെ, ജീവിതത്തിന്റെ പകൽ തീരാറായി. സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. അതായത് ഇവന്മാര് വന്ന് ചക്രവർത്തി ആക്കിയപ്പോഴേ പുള്ളിക്ക് പരിപാടി മനസ്സിലായി. പരിപാടി എന്താണ്? പണി തീരാറായെന്ന്. ഓക്കെ, ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സവർ നീ എത്ര നിർഭാഗ്യവാൻ. ഓക്കെ, ഇതാര് പറഞ്ഞതാ? ബഹദൂർ ഷാ സഫർ പറഞ്ഞത് കേട്ടാ. ഓക്കെ, അപ്പൊ ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളെ നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ നീ എത്ര നിർഭാഗ്യവാനാണ്. ഇതാണ് വാക്കുകളാണ്, ബഹദൂർ ഷാ സഫറിന്റെ വാക്കുകളാണ്. ലഗ്താ നഹി ഹേ ജി മേര. ഓക്കെ, ശരി. നിങ്ങളാണ് പറയുന്നത് ഇതുപോലെ ഉള്ള ഉയരം കൊണ്ട് നാട് വിട്ട് എവിടെയും പോയി ജീവിക്കും. പണ്ടത്തെ പോലെ ഈ ദേശസ്നേഹമൊന്നും ആർക്കും ഇല്ലല്ലേ? എന്താണ് പോലെ അടുത്ത് 1857 സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. 1857 സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സമരം ആരംഭിച്ച ആരും നിങ്ങൾക്ക് അറിയാം. ആരാണ്?
ശിപ്പായിമാരും ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഭരണം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്ന ആൾക്കാർ. ഈ സമരം ആരംഭിക്കുന്ന കാരണമെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന്, ഈ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ച് തോക്കത്തില്ല, പിന്നെ കൊടുത്ത ഭക്ഷണത്തിൽ എല്ലുപൊടി എന്നുള്ളത്. ഇനി ഈ സമരം നേതൃത്വം കൊടുത്ത ആൾക്കാരും സ്ഥലവും നിങ്ങൾക്കറിയാം. ഇനി അടുത്ത് പഠിക്കേണ്ടത് എവിടെ ആരംഭിച്ചെന്നറിയാം, ആര് ചക്രവർത്തി ആക്കിയെന്നറിയാം. ഓക്കെ, അതൊക്കെ അറിയാം. ഇനി എന്തുകൊണ്ട് ഈ സമരം എന്ത് ചെയ്തു, പരാജയപ്പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം 1857 സമരം പരാജയപ്പെടേണ്ട കാരണങ്ങൾ. ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊരു സംഘാടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതായത് പല സ്ഥലങ്ങളിലും കലാപം ഉണ്ടായി, പല സ്ഥലങ്ങളിൽ എന്തുണ്ടായി, കലാപം ഉണ്ടായെങ്കിൽ അതിനൊരു എന്തില്ല, അവിടെ കിടന്ന് കുറെ ടീം അടിക്കുന്നു, ഇവിടെ കിടന്ന് കുറെ ടീം അടിക്കുന്നു, അവിടെ കുറെ പേര് അടിക്കുന്നു, ഇവിടെ കുറെ പേര് അടിക്കുന്നു. പക്ഷെ അതിനൊരു എന്തില്ല, ഒരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു. ഓക്കെ, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞ സംഘടനാ ശേഷിയും സൈനിക ശേഷിയും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കലാപം നടക്കുന്ന സമയത്തും ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് കലാപം നടത്തുന്നതെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും എന്ത് ചെയ്യണമായിരുന്നു? പങ്കെടുക്കണം, അല്ലെങ്കിൽ പിന്തുണയ്ക്കണം. പക്ഷേ ഈ എല്ലാ ആൾക്കാരെയും ഒത്തൊരുമിച്ച് നിർത്താൻ കലാപകാരികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. എല്ലാ ഇന്ത്യക്കാരെയും കൂടെ നിർത്താൻ വേണ്ടി എന്ത് ചെയ്തു? ഈ കലാപകാരികൾ പരാജയപ്പെട്ടു. ഓക്കെ, അടുത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ഈ സമരത്തിനെ എതിർത്തു. ഓക്കെ, സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ എന്ത് ചെയ്തു? കാരണമായി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എന്തെയും വരും. ഓക്കെ, അപ്പോൾ ഒന്നെന്താണ്? ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി, കാണാപ്പാടം പഠിക്കരുത്. ആശയം മനസ്സിലായല്ലോ? ഓക്കെ, ഒരു ഓർഗനൈസിംഗ് ഇല്ലായിരുന്നു. ഓക്കെ, കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മികച്ച ആയുധങ്ങളും ആർക്കാ? കമ്പനിക്കായിരുന്നു. അടുത്ത, ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ കലാപത്തിന് എതിർത്തു. ഓക്കെ, സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ആർക്ക് പിന്തുണ കൊടുത്തു? കമ്പനിക്ക് പിന്തുണ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരം ആണ് ഏത്? 1857 സമരം. ഓക്കെ, അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമാണ് 1857 സമരം. ഓക്കെ, മനസ്സിലായ? ഓക്കെ, അത് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി നടന്ന ആദ്യ സമരം ഏതെന്നുണ്ടെങ്കിൽ 1857 സമരമാണ്. നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഹെഡിങ് ഇത് പഠിച്ചു വന്നുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. പെട്ടെന്ന് ചോദ്യം വരികയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരം ഏത് നേട്ടം? നമുക്ക് പലപ്പോഴും എന്തെങ്കിലും ഡൗട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിസ്സഹകരണ സമരം, അങ്ങനെയൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് സദ്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനുള്ള ആദ്യ ബഹുജന സമരമാണ് ഏത്? 1857 സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്താണ്? കമ്പനി ഭരണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു ഇന്ത്യയിൽ. മനസ്സിലായോ? അത് 1857 സമരത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാനുള്ള വിളംബരമാണ് 1858 ഏത് രാജ്ഞി? വിക്ടോറിയ രാജ്ഞി. അവരുടെ മുഖം ഓർമ്മ. പിന്നെ എവിടെ കൂടെ പഠിച്ചത്? മുഖം ഓർമ്മ. തെറ്റും പിടിച്ചവര് ഞാൻ ഇരിക്കട്ടെ. ജാമ്യം പറയല്ല വിക്ടോറിയ രാജ്ഞി. അയാളുടെ അറിവ്, നോളജ്. 1858 വിക്ടോറിയ രാജ്യയുടെ വിളംബരം. അപ്പൊ അത് പ്രകാരമാണ് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് മാറിയിട്ട് എന്തായത്? ആളിന് മാറ്റമൊന്നുമില്ല, പോസ്റ്റ് മാറി. ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് മാറി എന്തായി? വൈസ്രോയി ആയി. ഇതൊക്കെ നമ്മൾ ഇനി അല്ലാതെ പഠിക്കും. നമ്മൾ SC പോർഷൻ മാത്രമേ ഇപ്പോൾ പറഞ്ഞു പോകണുള്ളൂ. ഈ സാധനങ്ങൾ നിങ്ങളുടെ ബേസ് ആണ്. മനസ്സിലായില്ലേ? ഇത് ബേസ് ആണ്. ഇപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ബേസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് അഡ്വാൻസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് ഇടയാകാനായ വിളംബരമാണ് 1858 വിളംബരം. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 57 സമരം കാരണം 1858 വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്തു?
വിളംബരം പ്രഖ്യാപിച്ചു. ആ വിളംബര പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ആരുടെ രാജ്ഞിയുടെ നേരിട്ടാവുകയും ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനിയും എന്ത് ചെയ്യും, വരും. ഓക്കെ, ശരി. അപ്പം ഇതൊന്ന് ചോദിക്കണം. ഏതൊരു ചോദിച്ചു നമ്മൾ ഈ മറ്റേ ആരാ കാൺവാസി, നമുക്ക് ഓർമ്മയുണ്ട്. ഇനി മീററ്റ് തൊട്ട് ഈ പറയുന്ന വിളംബരം വരെ ചോദിക്കാണ്ട് നിങ്ങൾ പഠിച്ചോ. ലക്താ നഹി ഹേ ജി മേര ഓ ഗുദായ ലോട്ടാ ഹേ കൗസര. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലം മീററ്റ്. കലാപത്തിനിറങ്ങിയ സൈനികർ എവിടെ എത്തി? ഡൽഹിയിൽ എന്ത് ചെയ്തു? ബഹദൂർ ഷാ രണ്ടാമനെ ഭരണാധികാരിയാക്കി. ബഹദൂർ ഷാ സഫറിന്റെ നാട് കടത്തിയ റാങ്കൂടാ റെക്കോർഡ്. ബഹദൂർ ഷാ എന്താ പ്രഖ്യാപിച്ചു? അത് ഒരു വാക്കുണ്ടായത്, ഇന്ത്യ ചക്രവർത്തി. അതിന്റെ ഒരു ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ. ഓക്കെ, ആരാ പ്രഖ്യാപിച്ചത്? സിപ്പാഹിമാർ. അലക്കത് സിപ്പാഹിമാർ. ഓക്കെ, അയാൾ ആ കൊട്ടേഷൻ എന്ന് പറഞ്ഞാണ് ഹിന്ദി പറഞ്ഞാൽ മതി. ലഗ്താ നഹി ഹേ ജി മേര, അതിന്റെ മലയാള തർജ്ജമ എന്ന് പറഞ്ഞാണ്. പകല് മാഞ്ഞു പോയി, സന്ധ്യ പടർന്നിരിക്കുന്നു. ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നിരിക്കുന്നു. ഇനി കാല് നീട്ടിയിരുന്ന് ചായ പിടിക്കാതെ എന്തേടി പറയണത്? പറയടി. ഇരു കാലുകൾ നീട്ടി ശവക്കല്ലിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആരടി പോലും ലഭിക്കാതെ സബർ, നീ എത്ര നിർഭാഗ്യവാൻ. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോണം. 1857 സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. ഉത്തരേന്ത്യയില് പലയിടത്തും സമരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കമ്പനിക്ക് ഭയങ്കര സപ്പോർട്ടും സംഘടിത സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യക്കാർക്ക് അതില്ലായിരുന്നു. സിമ്പിളായിട്ട് ഇന്ത്യക്കാർക്ക് അതില്ലായിരുന്നു. പിന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ അവർക്ക്, എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപരികൾ പരാജയപ്പെട്ടു. പിന്നെ പറഞ്ഞത് സമ്പന്നരായ നാട്ടുരാജാക്കന്മാര് കമ്പനിയോടൊപ്പം നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവര് ഇതിനെതിരായിരുന്നു. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തരഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുന്ന വിളംബരം വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഓക്കെ, ശരി, മനസ്സിലായി. ഇത്രയും ഞാനാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടാറ്റ.